തൃശ്ശൂർ ജില്ലയിലെ അഷ്ടമിച്ചിറയിലുള്ള ശ്രീ രഞ്ജിത്തിൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്കാണ് ഇന്ന് കൃഷിദർശൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇനിയിപ്പോൾ വിഷുക്കാലമാവുകയാണ്. അപ്പോൾ വിഷുക്കാലമാവുന്നതോടെ രഞ്ജിത്ത് ചേട്ടൻ്റെ പച്ചക്കറി തോട്ടമൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കൃഷി തുടങ്ങാനുണ്ടായിരുന്ന ഒരു താല്പര്യം എങ്ങനെയാണ് ഉണ്ടായത്? ശരിക്ക് പഠനകാലത്ത് മുതൽ തന്നെ നമ്മൾ കൃഷിയിലേക്ക് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വീടിൻ്റെ താഴത്തുള്ള സ്ഥലങ്ങളാണിത്. അപ്പോൾ നമ്മളപ്പം തൊട്ട് ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. പിന്നീട് കൂടുതൽ സ്ഥലങ്ങൾ ലീസിനെടുത്ത് നമ്മൾ കൃഷി ചെയ്തിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ കൃഷിയിൽ ഇറങ്ങിയതാണോ അതോ അച്ഛനമ്മമാരിൽ നിന്ന് തന്നെ കൈ അല്ല, അതിൻ്റെ മുൻ തലമുറയിൽ നിന്ന് കിട്ടിയതാണ്. അമ്മ ഒക്കെ ഗവൺമെൻറ് സർവീസാണ്. പക്ഷെ അപ്പോൾ നമ്മൾ അതിലേക്ക് വന്നതാണ്. ഇതിപ്പോൾ എത്ര സ്ഥലത്താണ് ഈ കൃഷി നടത്തുന്നത്? ഇതിപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പ്ലോട്ട് ഒരു 3.5 ഏക്കറാണ്. വേറെ അങ്ങനെ പല സ്ഥലങ്ങളിലേക്കായിട്ട് ഒരു 12 ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ ഇനങ്ങളാണ്? പച്ചക്കറികൾ മാത്രം എന്തൊക്കെ ഇനങ്ങളുണ്ട്? പച്ചക്കറി തന്നെ വെണ്ട, പയർ, പാവല്, പടവല്, വെള്ളരി, പൊട്ടുവെള്ളരി, കണിവെള്ളരി, കുക്കുംബർ, അങ്ങനെ എല്ലാവിധ പച്ചക്കറികളും ചെയ്യുന്നുണ്ട്. അത് സീസണലായിട്ടാണോ നിങ്ങൾ കൃഷി ചെയ്യുന്നത്? സീസണലായിട്ടും ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കടകളിലേക്ക് കൊടുക്കാൻ വേണ്ടി അത് വേറെ പ്രത്യേകം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും എങ്ങനെയാണ് ഇവിടുന്ന് പച്ചക്കറികൾ? ഡെയിലി പോകുന്നുണ്ടല്ലേ? ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത ജില്ലയിലേക്കൊക്കെ തന്നെയാണോ പോകുന്നത്? അതെ, നമ്മൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള നവരത്ന സൂപ്പർ മാർക്കറ്റ്, അവരൊരു ഗ്രൂപ്പ് ഓഫ് ഇതുണ്ട്. അവർക്ക് മുഴുവൻ നമ്മളാണ് പച്ചക്കറികൾ കൊടുക്കുന്നത്. പിന്നെ അഷ്ടമിച്ചിറ മാള ഭാഗത്തുള്ള ഒരുവിധം കടകളിലൊക്കെ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. പരമ്പരാഗതമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ ഇപ്പോൾ ഈ കൃഷിയിടത്തേക്ക് എന്തൊക്കെ പുതിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഇപ്പോൾ എൻ്റെ എല്ലാ തോട്ടങ്ങളും ഹൈടെക് പ്രിസിഷൻ ഫാമിങ്ങിലാണ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലാണ് നിൽക്കുന്നത്. അത് നമ്മൾ ആദ്യം കൃഷി ഒരു ഘട്ടത്തിൽ പരാജയം പോലെ വന്നപ്പോൾ നമ്മൾ പുതിയ മേഖലകളിലേക്ക് പുതിയ രീതികൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ആ ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടെ തന്നെ നമ്മൾ വളങ്ങളും മറ്റ് ന്യൂട്രിയൻസൊക്കെ അതിൽ കൂടെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ലേബർ ഒരുപാട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേകം ഷീറ്റ് വെച്ചിട്ടാണ് ഓരോ വിളകളും കൃഷി ചെയ്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു മേന്മ? നമുക്ക് പുതിയ ഒരു കൃഷി രീതിയായിട്ട് അവലംബിച്ചിരിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ ഒരു മേന്മ? ഷീറ്റ് ഉപയോഗിക്കുന്നത് ഇത് മൾച്ചിങ് ഷീറ്റ്, പ്ലാസ്റ്റിക് മൾച്ചിങ് ഫിലിമാണിത്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ചെടികൾക്ക് വൈറ്റ് റൂട്ട് കൂടുതലായിട്ട് ഉണ്ടാവുകയും അങ്ങനെ ചെടി ഏറ്റവും കൂടുതൽ വളം വലിക്കുന്നത് അതിൻ്റെ വൈറ്റ് റൂട്ട് വഴിയാണ്. പിന്നെ നമുക്ക് കള പറിക്കാനായിട്ടുള്ള ലേബർ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. അതാണ് അതിൻ്റെ മൾച്ചിങ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഇതിൽ വാഴയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പക്ഷേ വാഴ, ടിഷ്യൂ കൾച്ചർ വാഴ ഒരു മീഡിയം വലിപ്പം എത്തുന്ന 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇതിൽ നിന്ന് വേറെ 2 വിളയും കൂടി എടുക്കുന്ന ഒരു പ്രത്യേക കൃഷി രീതിയാണിത്. അപ്പോൾ നമുക്ക് വാഴ, ടിഷ്യൂ കൾച്ചർ വാഴ ഒരു ഉയരത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇതിൽ കണിവെള്ളരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണിവെള്ളരി 60 ദിവസം കൊണ്ട് 60-75 ദിവസം കൊണ്ട് അതിൻ്റെ വിളവെടുപ്പ് അവസാനിക്കുകയും പിന്നീട് ഒരു 2 മാസം കൂടി വെണ്ട ഉണ്ടാവും. അപ്പോഴേക്കും വാഴ ഒരു വളർച്ചയിലേക്ക് എത്തും. ഞങ്ങളുടെ പച്ചക്കറികൾക്ക് പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലൊരു മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് മേടിക്കാനായിട്ട് ആളുകൾ തയ്യാറാണ്. കാരണം ഈ കൃഷി രീതികളും അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയും കാരണം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ 3 കൃഷിക്കാർ പ്രത്യേകം പ്ലാൻ ചെയ്ത് മാർക്കറ്റിന് ആവശ്യമായ പച്ചക്കറികൾ ആ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ കൃത്യമായി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൃഷിപ്പാടത്ത് ചെയ്തിരിക്കുന്നത് 3 വിളകൾ ഒരേ സമയം തന്നെ കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പൊസിഷൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഓരോ ചെടികൾ, അതുപോലെ എങ്ങനെ അതിൻ്റെ വളപ്രയോഗ രീതിയും അത് തുടങ്ങുന്നത് എങ്ങനെയാണ് നമ്മൾ ആദ്യമായി? അതായത് നമ്മളെല്ലാ പ്ലോട്ടും പ്രിപ്പയർ ചെയ്യുന്ന ആദ്യം തന്നെ ട്രാക്ടർ വെച്ച് നന്നായിട്ട് ഉഴുത് പൊടിച്ചതിന് ശേഷം നമ്മൾ അടിവളങ്ങൾ എല്ലാം ചേർത്തുകൊണ്ട് ബെഡ് എടുത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ ഇട്ട് മൾച്ച് ചെയ്തിട്ട് ആ രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ ചെടികളുടെ പൊസിഷനുകൾ നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇത് ഒരു ആദ്യത്തെ ഒരു പരീക്ഷണമാണിത്. ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പരീക്ഷണമാണ്. അപ്പോൾ നമുക്ക് വാഴ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അഡീഷണലായിട്ട് 2 ക്രോപ്പിൻ്റെ ഇൻകം കൂടി കിട്ടുന്ന വിധത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇപ്പോൾ ഒട്ടേറെ പദ്ധതികൾ കാർഷിക വകുപ്പ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെല്ലാം നേട്ടങ്ങളാണ് ഈ കൃഷിഭവനിൽ നിന്നും ചേട്ടന് ലഭിച്ചിരിക്കുന്നത്? കൃഷിഭവനിൽ നിന്നുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നതിനുപരി നമ്മുടെ ഇപ്പോൾ മാളയിൽ വന്നിരിക്കുന്ന ഓഫീസർ ജോർജ് പ്രശാന്ത് സാറ്, അദ്ദേഹം ശരിക്കും വന്നതോടുകൂടി ഇവിടെ കൃഷിമേഖല വളരെ ഒരു ഉന്നമനത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ട്. കാരണം എല്ലാ ഫീൽഡുകളിലേക്കും ആളെ എത്തുകയും വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും കറക്റ്റായിട്ട് എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ കൃഷി മൊത്തത്തിൽ മാറിയ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് സാറിൻ്റെ ഹെൽപ്പ് വളരെയധികം ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. മറ്റെന്തെല്ലാം ധനസഹായങ്ങളാണ് ഇപ്പോൾ കൃഷിഭവനിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്? നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷന് ഗവൺമെൻറ് സബ്സിഡി ഉണ്ട്. പിന്നെ നമുക്ക്
ഞങ്ങളുടെ ക്ലസ്റ്ററിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഓരോ മേഖല തിരിച്ചിട്ടും ഇപ്പോൾ സബ്സിഡികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണ ഈ വെണ്ടത്തോട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോ ചെടിക്കും കുറച്ചുകൂടി നല്ല പച്ചപ്പും നല്ലൊരു ഉണർവും കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് എന്താണ് അതിന് പിന്നിലുള്ള രഹസ്യം? അത് നമ്മുടെ കേരളത്തിലെ മഴ മൂലം ഉണ്ടാകുന്ന ന്യൂട്രിയൻസിൻ്റെ ഒരു കുറവുണ്ട്. അതായത് മഗ്നീഷ്യം, കാൽസ്യം, ബോറോൺ തുടങ്ങിയ ന്യൂട്രിയൻസൊക്കെ നമ്മുടെ മണ്ണിലൊരു ഇതൊക്കെ കുറവാണ്. അപ്പോൾ അത് മുഴുവൻ പരിഹരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ എല്ലാ ന്യൂട്രിയൻസിൻ്റെ അഭാവം ഒന്നുമില്ലാത്ത ചെടികളാണിത്. ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും ഉണ്ടാവില്ല. അതിനുവേണ്ടി എന്താ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നത്? അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ന്യൂട്രിയൻസ് ഫോളിയർ സ്പ്രേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹൈബ്രിഡ് നമ്മുടെ നാട്ടിൽ വളർത്താൻ പറ്റാത്ത മുളക് അല്ലെങ്കിൽ തക്കാളി, ഹൈബ്രിഡ് വഴുതന, അത് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ വളർത്തിയെടുക്കാൻ പറ്റില്ല. ബാക്ടീരിയൽ വിൽറ്റിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് ഗ്രാഫ്റ്റ് ചെയ്ത് അത് നമ്മൾ ലാർജ് സ്കെയിലിൽ തന്നെ ഇവിടെ ചെയ്യാനായിട്ട് തുടങ്ങണം ഇപ്പോൾ. ഇത് ഇതിനോട് ചേർന്ന് തന്നെയാണോ പദ്ധതി? അതെ, പദ്ധതി ഇതിനോട് ചേർന്ന് തന്നെയാണ്. ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ കൃഷിപ്പണികളും നമ്മൾ ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ട്രാക്ടറിൽ തന്നെ നമ്മൾ വളമിടാനുള്ള ഒരു സംവിധാനം, പിന്നെ വാര എടുക്കാനായിട്ട് ബെഡ് ഫോമർ, അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ബാക്കി സാധനങ്ങൾ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആകെ എനിക്ക് ഈ ക്രോപ്പുകളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആകെ 2 പണിക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഈ ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. ഇത് ഹാർവെസ്റ്റിന് വരുന്ന ലേബേഴ്സ്, അതായത് പെണ്ണുങ്ങളെ, അവരൊക്കെ മാനേജ് ചെയ്യുന്നത് എൻ്റെ വൈഫാണ്. ഇപ്പോൾ ഇവിടുത്തെ കൃഷി രീതിയെ കുറിച്ച് പറയുമ്പോൾ ഒരു വരമ്പത്തിൽ തന്നെ നമ്മൾ 3 ഇനങ്ങൾ ഇറക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഈ വളം ലഭിക്കുന്ന രീതിയും അതുപോലെ ഈ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടില്ലേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ കൃഷി ചെയ്യുമ്പോൾ? അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? കാരണം നമ്മൾ അതിൽ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ pH തുടങ്ങി നമ്മൾ തന്നെ നമ്മുടെ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമ്മളായിട്ട് മണ്ണിൻ്റെ pH ഒക്കെ ഡൗൺ ആയിട്ട് പോകാണ്ട് അത് കറക്റ്റ് സ്റ്റേബിളിൽ നിർത്തുന്ന രീതിയിലാണ്. യുവാക്കളായി നിങ്ങളൊക്കെ എങ്ങനെയാണ് കൃഷിയുടെ ലോകത്തേക്ക് കടന്നു വരാനുണ്ടായത്? എൻ്റെ പേര് രജീഷ്. ഞങ്ങൾ 12 ഏക്കറിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. പ്രധാനമായും പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. ആധുനിക രീതിയിലുള്ള കൃഷി രീതിയാണ് പ്രധാനമായിട്ടും ഞങ്ങൾ അവലംബിക്കുന്നത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്. ഇതിന് ധാരാളം ഗുണങ്ങളുള്ളതുകൊണ്ടും കൂടുതൽ വിളവ് കിട്ടുന്നതുകൊണ്ടുമാണ് ഈ രീതി ഞങ്ങൾ അവലംബിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും പയറും വെണ്ടയും വെള്ളരിയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. യുവാക്കളാണ് ഇതിന് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നതും ഇപ്പോൾ ഈ പ്രദേശത്ത് പ്രധാനമായും പച്ചക്കറി കൃഷി ചെയ്യുന്നതും. എൻ്റെ പേര് ശ്രീജിത്ത്, അഷ്ടമച്ചിറയിലാണ് സ്ഥലം. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായിട്ട് ഫുൾ ടൈമായിട്ട് കൃഷിയിലാണ് ശ്രദ്ധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പച്ചക്കറിയാണ്. പച്ചക്കറിയിൽ ഇപ്പോൾ ഈ സമയത്ത് വെള്ളരിയാണ്, പൊട്ടുവെള്ളരിയാണ് ചെയ്യുന്നത്. പിന്നെ പാവൽ, പയർ, വെണ്ട എന്നീ സാധനങ്ങളുമുണ്ട്. ഞങ്ങളൊരു കൂട്ടം ചെറുപ്പക്കാർ ഒരു മാർക്കറ്റ് ചെയ്യാൻ എളുപ്പത്തിനായിട്ട് ആരുടെയെങ്കിലും ഒരാളുടെ തീരുന്നത് കണക്കാക്കിയിട്ടാണ് അടുത്ത ക്രോപ്പ് എടുക്കാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയിലാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത്. ഏകദേശം 1 ഏക്കറിന് ഒരു 60-65,000 രൂപയോളം ഏകദേശം ചിലവ് വരുന്നുണ്ട്. ഇന്ന് നാട്ടിലെ പണിക്കാരുടെ ലഭ്യതക്കുറവ് മൂലമാണ് മെയിനായിട്ട് ഇതിലേക്ക് ഇറങ്ങാൻ ചിന്തിച്ചതും. ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ വിളവ് നമ്മൾക്ക് പണ്ട് ചെയ്തിരുന്ന രീതിയേക്കാൾ 3 ഇരട്ടി അധികം വിളവ് ലഭിക്കുന്നതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ പേര് സിനോജ്. ഞാൻ ഈ അഷ്ടമിച്ചിറയിലെ കർഷക കൂട്ടായ്മയിലെ ഒരു അംഗമാണ്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്ന സുഹൃത്തുക്കൾ ചേർന്ന് ഇപ്പോൾ കൃഷി ചെയ്തു തുടങ്ങിയിട്ട് ഒരു 2-3 വർഷത്തിലധികമായി. ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ മറ്റ് ജോലിയോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ളതിനേക്കാളൊക്കെ കൂടുതൽ വരുമാനം നമുക്ക് കിട്ടുന്നതായിട്ടാണ് ഇതുവരെയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്.
വെണ്ട, പയർ, പച്ചക്കറി അങ്ങനെ മറ്റ് ഇനം പച്ചക്കറികളൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സ്വന്തമായി സ്ഥലം കുറവുള്ള ഞങ്ങൾ ഭൂരിഭാഗവും പാട്ടത്തിനെടുത്താണ് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിനായി ഞങ്ങൾ സമീപ പ്രദേശങ്ങളിലുള്ള നവരത്ന ഹൈപ്പർ മാർക്കറ്റ് പോലെയുള്ള സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റുകളെയും നാടൻ പച്ചക്കറി കടകളെയുമാണ് കൂടുതലായി ആശ്രയിക്കുന്നത്. ഒരു ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വേണ്ട രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നമേ നമുക്കുള്ളൂ. പ്രൊഡക്ഷൻ തികയാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് മാർക്കറ്റിങ്ങിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. സാധാരണ മാർക്കറ്റിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളേക്കാൾ കൂടുതൽ വിലയും ഞങ്ങളുടെ സാധനങ്ങളുടെ ഗുണമേന്മ മൂലം കൂടുതൽ വില തരാൻ അവർ തയ്യാറാണ്. എത്ര സാധനം ഉണ്ടെങ്കിലും അവർ എടുക്കാനും തയ്യാറാണ്. ഇവിടെ നമുക്ക് പരമ്പരാഗത കൃഷി രീതിയും ഹൈടെക് ഫാമിങ്ങും തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് പ്ലോട്ടുകളിൽ ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇതിലെ ചെടിയുടെ വളർച്ചയും ഇത് ട്രഡീഷണൽ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പുറത്തെ വശത്ത് ഉള്ളത് ഹൈടെക് ഫാമിംഗ് ആണ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് വളരെ ഗ്രോത്ത് കൂടുതലും ഇതിൽ കൂടുതൽ കായ പിടിച്ച് പരമാവധി വളർച്ചയിൽ എത്തി നിൽക്കുന്നത് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് ഇവിടെ ഹൈടെക്കിൽ. എൻ്റെ പേര് അരുൺ, അധ്യാപകനാണ്. പിന്നെ പ്രധാനമായിട്ടും കൃഷിയാണ്. തിരക്കഥാകൃത്താണ്, ഗാനരചയിതാവാണ്. അതെ. ഇപ്പോൾ ട്യൂട്ടോറിയൽ നേരത്തെ അധ്യാപകനായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? എനിക്ക് ഇത് ഇപ്പോഴുള്ളത് ഇത് ടിഷ്യൂ കൾച്ചർ വാഴയാണ് നട്ടിരിക്കുന്നത്. ഇവിടെ നട്ടിരിക്കുന്നത് ഈ ഫാമിൽ ടിഷ്യൂ കൾച്ചർ. ഈ കാണുന്ന ഇതെല്ലാം ടിഷ്യൂ കൾച്ചർ വാഴയാണ്. അപ്പോൾ ഇത് ഒരു 2 മാസം പ്രായമായി നട്ടതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ടിഷ്യൂ കൾച്ചർ വാഴ നട്ടപ്പോഴും ഇവിടെ നമ്മുടെ നെൽനാട് കൃഷി ഓഫീസർ വന്ന് കാണുകയും, നെൽനാടാണ് സ്ഥലം, വെഞ്ഞാറമൂട് നെൽനാട് എന്ന് പറയുന്ന പഞ്ചായത്തിലാണിത്. നെൽനാട് എന്ന് പറയുന്ന പ്രദേശമാണ്. നെല്ലിൻ്റെ നാടെന്നാണ് ഈ പ്രദേശം തന്നെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ആണ് ഇപ്പോഴും നെൽകൃഷിയുള്ള, ഈ കൃഷി കൊണ്ട് ഏറ്റവും കൂടുതൽ ഉപജീവനം കഴിക്കുന്ന കർഷകരാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും കൂടുതൽ കർഷകർ അധിവസിക്കുന്ന സ്ഥലമാണ്. കർഷകരാണ് കൂടുതലും, കർഷക തൊഴിലാളികളാണ് ഇവിടെ. മാത്രമല്ല ഇവിടെ ഈ കൂട്ടായിട്ടുള്ള ഒരു കൃഷി സംരംഭത്തിന് സാറ് നേതൃത്വം കൊടുക്കുന്നു എന്നറിയുന്നു. അത് കൂട്ടായിട്ട് നമ്മുടെ ഈ കൃഷി ഭവൻ്റെ നേതൃത്വത്തിൽ, കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ, പിന്നെ ശ്രീകാന്ത് പറഞ്ഞൊരു കൃഷി അസിസ്റ്റൻ്റ് ഉണ്ട്, പുള്ളി, അതുപോലെ അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെ തുടങ്ങിയ കർഷകരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവർ നല്ല കർഷകരാണ്. അപ്പോൾ ഈ കുട്ടികളെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരാൻ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള കുട്ടികൾ ഇതിലുണ്ട്. എങ്കിലും കൂടുതൽ ഈ ഹൈടെക് ഇതുപോലെയുള്ളത് അവരെ പരിചയപ്പെടുത്താനും ആ കൃഷിയിലേക്ക് അവരെ എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുള്ളത്. പുതിയ ആളുകൾ ഇതിലേക്ക് വരുന്നില്ല, വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ഇതൊരു മാന്യമായ തൊഴിലാണെന്നും ഇതിലേക്ക് അവർ പിന്നെ അങ്ങനെ ആകർഷിക്കുന്നതിനും അതുകൊണ്ട് അവർക്ക് ഉപജീവനം കഴിക്കുന്നതിന് ഇപ്പോൾ തന്നെ ഇത് കൂടുതൽ ഇതിൽ വന്നിരിക്കുന്ന +2 പഠിക്കുന്ന കുട്ടികളാണ്. സ്കൂൾ തലത്തിൽ +2 SLC ലെവലിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഈ പഠിത്തം കഴിഞ്ഞ് കിട്ടുന്ന സമയം ഇതിനായിട്ട് ഈ കൃഷിക്കായിട്ട് ഉപയോഗിക്കാം. ഇവിടെ പിന്നെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ അവരെ രക്ഷകർത്താക്കളും പാരമ്പര്യ കർഷകരാണ്, അവരെ സഹായമുണ്ട്. അപ്പോൾ അവർക്കൊരു വരുമാനം കിട്ടുകയും ഇതിലേക്ക് വരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്. ഇവിടെ ഈ കൃഷി എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇത് ഞങ്ങൾ ഇതിപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ റബ്ബറായിരുന്നു.
നേരത്തെ റബ്ബർ കൃഷിയായിരുന്നു. അത് മുറിച്ച് എന്നിട്ടാണ് ഇത് ഇങ്ങനെ ഇപ്പോൾ വാഴ നട്ട്, അതുപോലെ പിന്നെ വെറ്റില കൊടിയുടെ ഇതിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് റബ്ബറിൽ നിന്നുള്ള ആദായത്തിൽ നിന്നുള്ള വ്യത്യസ്തത കൊണ്ടാണോ ഈ രംഗത്തേക്ക് തിരിഞ്ഞത്? അല്ല, വ്യത്യസ്ത കൊണ്ടല്ല, വേറെയും റബ്ബർ കൃഷിയുണ്ട്. അപ്പോൾ ഇത് ഇനി ഇത് നമ്മളിവിടെ താമസിക്കുന്ന സ്ഥലമാണ്. അതിനപ്പോൾ അതിന് ചുറ്റും ഇതെല്ലാം പച്ചക്കറിയെ കൃഷി ചെയ്യണം, അങ്ങനെ ഒരു അന്തരീക്ഷമൊക്കെ വേണമെന്ന് തോന്നി. സ്വന്തമായിട്ട് പച്ചക്കൃഷി ചെയ്ത് തുടങ്ങിയ സംരംഭമാണ്. നേരത്തെ നമ്മളുണ്ട്, ഇതിപ്പോൾ ഒത്തിരി കുറച്ച് വിപുലീകരിച്ച് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈ കപ്പവാഴ കൃഷി ഇതിലേക്ക് തുടങ്ങിയിട്ട് എത്ര? ഇതിപ്പോൾ നട്ടിട്ട് 2 മാസമേ ഉള്ളൂ. ഈ കപ്പവാഴ നട്ടിട്ട് എത്ര മാസമാണ് ഇതിന്റെ കാലാവധി? ഇത് പിന്നെ 10 മാസം. സാധാരണ ഇത് ടിഷ്യൂ കൾച്ചറാണെങ്കിലും ഇത് തുടക്കത്തിൽ വയ്ക്കുമ്പോൾ ഉള്ള ഒരു ഇതേ ഉള്ളൂ. ആ ബാല്യ ദശ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ മറ്റ് വാഴ പോലെ തന്നെയാണ്. ഇതിപ്പോൾ ഏതാണ്ട് സാധാരണ വാഴയുടെ ലെവലിലെത്തി. ഇത് 1-2 മാസമായേ ഉള്ളൂ ഇപ്പോൾ സാധാരണ വാഴയുടെ ലെവലിലെത്തി. പിന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ വാഴ നട്ടതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട കൃഷിയായിട്ട് കുക്കുംബർ വെള്ളരി ഇട്ടു. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ വലിയ പ്രതീക്ഷയോടെ അല്ല, അന്ന് ഭയങ്കര വേനൽ സമയമായിരുന്നു. അപ്പോൾ ഇവിടെ മൊത്തം ഇത് ചൂടായിരുന്നു. അപ്പോൾ ഇതിനെ വാഴയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളരി കൃഷി ചെയ്തത്. മണ്ണിന്റെ നനവ് നിലനിർത്താനും അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതെ, അത് വളരാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നെൽനാട് കൃഷി ഓഫീസർ വന്ന് കാണുകയും അതെങ്ങനെ ട്രിപ്പ് ഇറിഗേഷൻ്റെ ഇത് തന്നു. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് പിന്നെ ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും നല്ല ഈൽഡ് കിട്ടുന്ന ഒരിതാണ് ഈ ട്രിപ്പ് ഉപയോഗിക്കുന്നത്. അത് ഹൈടെക് ഫാമുകളിലാണ് കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ഫാറത്തിൽ ഇങ്ങനെ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അത് പോളിഫോമിലൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കൃഷിയിലോട്ട് വ്യാപിച്ചു. അതുകൊണ്ട് ഗുണമുണ്ട്. ഗുണമെന്ന് പറയുന്നത്, ഒന്ന് വെള്ളം കുറച്ച് മതി. ഈ ഉണക്ക സമയത്ത് വളരെ വെള്ളം കുറച്ച് മതി ട്രിപ്പ് ഇറിഗേഷൻ ആകുമ്പോൾ. രണ്ടെന്ന് പറയുന്ന കള വളരെ കുറയും. ഇതെല്ലാത്തിൻ്റെ അതിൻ്റെ ചുവട്ടിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഇത് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ മറ്റൊന്ന് പറയുന്ന വളം ഇതിൻ്റെ കൂടെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഇതിൻ്റെ ചുവട്ടിൽ വളം, രാസവളം നമുക്ക് ഇതിൻ്റെ മുകളിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളിവിടെ ഒരു സംഘടന ഉണ്ട്, യൂത്ത് ഫാർമേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ല ബേസ് ചെയ്തൊരു സംഘടനയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന അനിൽകുമാർ, പിന്നെ വേൾഡ് മാർക്കറ്റിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ സെക്രട്ടറി, ഞാൻ അതിൻ്റെ ട്രഷറാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു പുതിയ പദ്ധതി ഇട്ടെന്ന് പറയുമ്പോൾ, ഈ എവിടെ ചെന്നാലും ഇപ്പം നമ്മൾ പൊതുവിൽ ഇപ്പം മാധ്യമരംഗത്തോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴും കർഷകനെ പുകഴ്ത്തി പറയുന്നുണ്ടെങ്കിലും, പൊതുവിൽ കർഷകരെ ഈ ഉദ്യോഗസ്ഥ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തരം അവഗണനയാണ്. അവഗണനയെന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, അതുപോലെ അവർ ഈ പിന്നെ അത്ര വിവരമില്ലാത്തവരാണ് എന്നൊരു ധാരണ പൊതുവിൽ കർഷകരുടെ ഇടയിലല്ല, പൊതുവിൽ ഈ ഉദ്യോഗ മേധാവിത്വമുള്ളവരുടെ ഇടയിലുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അത് ഇതിൽ കൃഷി വകുപ്പിലുള്ള പല ഉദ്യോഗസ്ഥന്മാർക്കും അതുണ്ട്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഞങ്ങളെയൊക്കെ സഹകരിക്കുന്ന കൃഷി ഓഫീസറൊന്നും ഒരിക്കലും അങ്ങനെയല്ല, നമ്മളോടൊപ്പം നിൽക്കുന്നതാണ്. പക്ഷെ അല്ലാതെ ഇതിലെങ്ങനെയോ അബദ്ധത്തിൽ വന്ന് പെട്ടുപോയി, അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയി അതിന് അവർക്ക് ശമ്പളം കിട്ടണമെന്നുള്ള രീതിക്ക് ചെയ്യുന്നവരും ധാരാളം ഉണ്ട്. അതുപോലെ ഉദ്യോഗ ലെവലിലുണ്ട്. എവിടെ ചെന്നാലും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ വന്നിരിക്കുന്ന കർഷകരെന്ന് പറയുന്ന പലരും വിദ്യാഭ്യാസമുള്ളവരാണ്, വിവിധ മേഖലയിൽ അല്ലാതെ തന്നെ പിന്നെ പണി ചെയ്യുന്നവരും ഒക്കെ ആണ്. പക്ഷേ ഈ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഒന്നെന്ന് പറയുന്ന കർഷകർക്ക് ഒരു പിന്നെ ഏകീകൃത ഒരു സംഘടനയില്ല. അതിൽ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഒരുപാട് കൃഷി ചെയ്യുന്ന ആൾ പിന്നെ ഒരിക്കലും എന്നാൽ യഥാർത്ഥ കർഷകന് ഒരിക്കലും ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. അയാൾക്ക് ഈ എപ്പോഴും ഫീൽഡിലായിരിക്കും. അപ്പോൾ അല്ലാതെ കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുകയും അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന അതിനൊരു പിന്നെ വ്യാവസായികം എന്നുള്ളതിൽ ഉപരിയായിട്ട് അതിന് മനസ്സിൻ്റെ സംതൃപ്തി കിട്ടുന്ന രീതിക്ക് ചെയ്യുന്നവരാണ് ഈ നമ്മളിപ്പോൾ ഈ സംഘടനയിലുള്ളത്. അപ്പോൾ അവർ കുറച്ച് പിന്നെ യുവാക്കളായിട്ടുള്ള ആളുമാണ് ഒക്കെ ഉള്ളത്. അപ്പോൾ അവർ പുതിയ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരികയും അവർക്ക് പിന്നെ ഒരു ആശ്രയശീലം ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്വയം അധ്വാനിച്ച് അതുകൊണ്ട് അവർ ഉപജീവനം കഴിക്കുക. വിദ്യാഭ്യാസത്തിന് കിട്ടുന്ന സമയം അതെന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞിട്ട് അവർ ഈ കാർഷിക രംഗത്ത്, കാര്യം ഇത് ഇനി എത്ര ഇത് കഴിഞ്ഞാലും നമ്മളെ സംസ്കാരം തന്നെ ഉണ്ടായത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇനി എന്തൊക്കെ IT മേഖല എന്തൊക്കെ ഇതുണ്ടെങ്കിലും ഏറ്റവും അടിസ്ഥാനം കൃഷി തന്നെയാണ്, ഭക്ഷണം തന്നെയാണ്. വായും വെള്ളവും ഭക്ഷണമാണ്. അത് ദുഷിക്കാതെ നല്ലതായിട്ട് ഇരിക്കുമെങ്കിൽ മാത്രമേ മാനവരാശിക്ക് ഈ ഭൂമിക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ആ ഒരു സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം അവർക്കൊരു ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കുകയും എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്.
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സസ്യസംരക്ഷണത്തിന് റെഡിമെയ്ഡ് കിറ്റ്. വെള്ള കുരുമുളക് നിർമ്മാണത്തിന് പദ്ധതി. കളശല്യം കുറഞ്ഞ റെഡിമെയ്ഡ് പുൽത്തകിടി വികസിപ്പിച്ചു. ജൈവ സസ്യ സംരക്ഷണത്തിന്റെ ഉപാധികളടങ്ങിയ റെഡിമെയ്ഡ് കിറ്റ് കാർഷിക സർവകലാശാലയിലെ കമ്മ്യൂണിക്കേഷൻ സെന്റർ പുറത്തിറക്കി. ജൈവ നിയന്ത്രണകാരികളായ സ്യൂഡോമോണാസ്, വെർട്ടിസീലിയം, ബിവേറിയ, മെറ്റാറിസിയം, ഡ്രൈക്കോഡർമ എന്നിവയുടെ 200 ഗ്രാം പാക്കറ്റുകൾ 15 രൂപ 20 രൂപ നിരക്കിൽ ലഭിക്കും. ജൈവ കീടനാശിനികളായ വെളുത്തുള്ളി, വേപ്പ് മിശ്രിതം, പുകയില കഷായം എന്നിവയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, വേപ്പിൻ കുരു, കായ്ച്ചകൾക്കെതിരെയുള്ള ഫെറമോൺ കെണി എന്നിവ 100 രൂപ 150 രൂപ നിരക്കിലും ലഭ്യമാണ്. ആവശ്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0472370773 8547396759 9645420575. കോട്ടയം ജില്ലയിലെ വല്ലച്ചിറ കൃഷിഫാമിൽ ഭാഗ്യലക്ഷ്മി ഇനം കുറ്റിപ്പയർ, അർക്ക അനാമിക വെണ്ട ഇനങ്ങൾ, അമരാന്തം ചീരത്തൈകൾ എന്നിവ വിതരണത്തിന് തയ്യാറായി. താൽപ്പര്യമുള്ള കർഷകർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0482928306. കർഷകരിൽ നിന്നും കുരുമുളക് ശേഖരിച്ച് വെള്ള കുരുമുളക് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കുന്നു. പച്ച കുരുമുളകും കറുത്ത കുരുമുളകും യന്ത്ര സംവിധാനത്തിലൂടെ കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന വെള്ള കുരുമുളക് ആക്കി മാറ്റാൻ കർഷകരിൽ നിന്നും കുരുമുളക് സംഭരിക്കും. പ്രതിദിനം 1500 കിലോ സംഭരിച്ച് വെള്ള കുരുമുളക് നിർമ്മാണത്തിനുള്ള യന്ത്ര സംവിധാനം വയനാട് കെയ്ക്കോ ഒരുക്കി. വിശദവിവരങ്ങൾക്ക് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ വയനാട് കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0493622316. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുട്ടനാട് പ്രദേശത്തെ നെല്ല് നിരീക്ഷണത്തിന് മങ്കൊമ്പ് കീടനിരീക്ഷണ കേന്ദ്രം ഊർജിത പദ്ധതി തയ്യാറാക്കി. 24ഓളം വരുന്ന പാടശേഖരങ്ങൾ ഉൾപ്പെടെ 30,000 ഹെക്ടർ സ്ഥലത്താണ് വിത്ത് മുതൽ വിള വരെ കേന്ദ്രം നെല്ലിനെ നിരീക്ഷിക്കുന്നത്. നെല്ലിനെ ബാധിക്കുന്ന കീടരോഗങ്ങൾക്കും വിളക്കുറവിനുമുള്ള പരിഹാരം കേന്ദ്രത്തിൽ ലഭിക്കും. ഫീൽഡ് ഓഫീസർമാർ പാടം സന്ദർശിച്ച് സാങ്കേതിക ഉപദേശങ്ങൾ നൽകും. സാധാരണ കർഷകർക്കും കേന്ദ്രത്തിന്റെ സഹായങ്ങൾക്കായി ബന്ധപ്പെടാം. താൽപ്പര്യമുള്ളവർ മങ്കൊമ്പിലെ നെല്ല് കീടനിരീക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0472702683. വാനില കൃഷിക്ക് ജലസേചനം ആവശ്യമാണെങ്കിൽ ചെയ്യാനുള്ള സമയമാണിപ്പോൾ. വള്ളികൾ താങ്ങുകാലുകളോട് ചേർത്ത് കെട്ടണം. പൂക്കളുടെ പരാഗണം പരിശീലനം നേടിയവരെ കൊണ്ട് മാത്രമേ നടത്താവൂ. കുരുമുളക് കൃഷിക്ക് വേണ്ടി തയ്യാറാക്കിയ വള്ളികൾക്ക് മുടങ്ങാതെ ജലസേചനം നടത്തണം. വേനൽ മഴയ്ക്ക് ശേഷം അന്തരീക്ഷത്തിൽ ചൂടും ഈർപ്പവും നിലനിൽക്കുന്നതിനാൽ ഇലയഴുകൽ രോഗത്തിന് സാധ്യതയുണ്ട്. രോഗം കാണുകയാണെങ്കിൽ 1% ബോഡോ മിശ്രിതം തളിക്കുക. കൂടാതെ രോഗമുള്ള വള്ളികൾ നീക്കം ചെയ്ത് നശിപ്പിക്കുകയും വേണം. ആലപ്പുഴയിലെ കയർ ഗവേഷണ കേന്ദ്രം ചകിരിച്ചോറും കയർനാരുകളും കൊണ്ടുള്ള റെഡിമെയ്ഡ് പുൽത്തകിടി വികസിപ്പിച്ചു. കളശല്യം കുറഞ്ഞതും ജലാകരണ ശേഷി കൂടിയതുമായ റെഡിമെയ്ഡ് പുൽത്തകിടി നിർമ്മാണ പരിശീലനവും കയർ ബോർഡ് ഓഫീസിൽ നിന്ന് നൽകും. 4 തട്ടുകളുള്ള പുൽത്തകിടിയിൽ കയർ ഭൂവസ്ത്രം, കയർ നാരുകൾ, ചകിരിച്ചോറ്, ജൈവവളം എന്നിവ നിറച്ച പ്രതലത്തിലാണ് പുല്ല് പിടിപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047722258480. അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ കൊയ്ത്തൂർകോണം വെറ്റിനറി ഹോസ്പിറ്റലിന്റെ പരിധിയിലുള്ള RKVY എഗ്ഗർ നഴ്സറിയിൽ നിന്നും 45 ദിവസം പ്രായമുള്ള മുട്ട കോഴിക്കുഞ്ഞുങ്ങൾ 90 രൂപ നിരക്കിൽ ഈ മാസം 16-ന് വിൽപ്പനയ്ക്ക് തയ്യാറാകും. ആവശ്യക്കാർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ട ഫോൺ നമ്പർ 9349079279. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,200 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 15,000 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 14,500 രൂപ, കൊപ്ര കൊച്ചി 14,200 രൂപ, കൊപ്ര കോഴിക്കോട് 10,000 രൂപ, കൊപ്ര തൃശൂർ 9,975 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 57,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 59,500 രൂപ. ചുക്ക് മീഡിയം 28,000 രൂപ, ചുക്ക് ബെസ്റ്റ് 29,000 രൂപ, മഞ്ഞൾ സേലം 7,200 രൂപ, മഞ്ഞൾ ഈറോഡ് 7,500 രൂപ, അടയ്ക്ക പുതിയത് 16,500 മുതൽ 17,500 രൂപ, കൊച്ചി റബ്ബർ 5 ഗ്രേഡ് 14,000 രൂപ, റബ്ബർ
4 ഗ്രേഡ് 14,700 രൂപ, കോട്ടയം റബ്ബർ 5 ഗ്രേഡ് 14,000 രൂപ, റബ്ബർ 4 ഗ്രേഡ് 14,700 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 14,200 രൂപ, ഏപ്രിൽ അവധി 13,200 രൂപ, മെയ് അവധി 13,170 രൂപ, ജൂൺ അവധി 12,550 രൂപ, ജൂലൈ അവധി 12,365 രൂപ, കൊപ്ര 9,710 മുതൽ 10,200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,950 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 57,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 59,500 രൂപ. ചുക്ക് മീഡിയം 28,000 രൂപ, ചുക്ക് ബെസ്റ്റ് 29,000 രൂപ, മഞ്ഞൾ നാടൻ 6,200 രൂപ, അടയ്ക്ക പുതിയത് 16,500 മുതൽ 17,500 രൂപ, ജാതിക്ക തൊണ്ടൻ കിലോയ്ക്ക് 340 മുതൽ 400 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ 630 മുതൽ 670 രൂപ, ജാതിപത്രി 800 മുതൽ 750 രൂപ, ഗ്രാമ്പൂ 950 മുതൽ 1,095 രൂപ. റബ്ബർ RSS 5 14,000 രൂപ, റബ്ബർ RSS 4 14,700 രൂപ, ഒട്ടുപാൽ 10,600 രൂപ, ലാറ്റക്സ് 11,000 രൂപ. കമ്പോള അവലോകനം. കർഷകരും സ്റ്റോക്കിസ്റ്റുകളും കുരുമുളകിന്റെ മുന്നേറ്റം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ഉൽപാദന മേഖലകളിൽ തന്നെ കിലോഗ്രാമിന് 610 രൂപയ്ക്ക് മുകളിൽ ചരക്ക് എടുക്കാൻ വാങ്ങലുകാർ ഉത്സാഹിച്ചെങ്കിലും കാര്യമായി കുരുമുളക് ലഭിച്ചില്ല. അന്താരാഷ്ട്ര മാർക്കറ്റിൽ മലബാർ മുളക് വില ടണ്ണിന് $10,400. ചുക്കിന്റെ കുതിപ്പ് തുടരുന്നു. കിൻഡലിന് 1,500 രൂപയുടെ മികവുമായി 2,900 രൂപയിലാണ് മികച്ച ഇനത്തിന്റെ കൈമാറ്റം നടക്കുന്നത്. വിപണിയിൽ ചുക്കിന്റെ ലഭ്യത ചുരുങ്ങി. കൊപ്ര വില 1,200 രൂപയിലെത്തി. വിപണിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കൊപ്ര 5 അക്കത്തിലെത്തുന്നത്. കൊച്ചിയിൽ വെളിച്ചെണ്ണ 14,200-ലും കോഴിക്കോട് 15,000 രൂപയിലുമാണ്. റബ്ബർ വിപണി വീണ്ടും തളർന്നു. 4-ാം ഗ്രേഡിന് 100 രൂപ കുറഞ്ഞ് 14,700-ലും 5-ാം ഗ്രേഡ് 14,000-ലുമാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.5, 25.7. കൊച്ചി 34.2, 23. ആലപ്പുഴ 33, 22.7. പുനലൂർ 35.5, 22.5. തിരുവനന്തപുരം 34.2, 25.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.